നമസ്കാരം, ടെസ്ല ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റണ്ണിങ് കോയിലിൻ്റെ ഇപ്പം നമ്മൾ ലീഡ് വെയർ ആയിട്ട് എടുത്തിട്ടില്ലേ, ലീഡ് വെയർ ആയിട്ട് മടക്കി വെച്ചേക്കണം. ഇതിനകത്ത് നിന്നൊരു ചെറിയ വയറിൻ്റെ കഷ്ണം ഇട്ടിട്ട് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുക ഫുള്ള്. എന്നിട്ട് ഈ സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അതിൻ്റെ എഡ്ജ് ജസ്റ്റ് ഒന്ന് കട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് വരുന്ന റണ്ണിങ് കോയിലിൻ്റെ ആ ലീഡും കൂടെ ഇതുപോലൊരു വയറിൻ്റെ പീസ് എടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേ. ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെയാണ് ലീഡ് വയർ പുറത്തേക്ക് ഇടുന്നത്. നോർമലി നമ്മൾ ഹൗസ് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ നോർമൽ വയറാണ് ലീഡ് വയറായിട്ട് പുറത്തേക്ക് ഇടുന്നത്. അല്ലാതെ സ്ലീവ് വയറും കിട്ടും. റണ്ണിങ് കോയിലിൻ്റെ 2 ലീഡ് നമ്മൾ വയർ വെച്ചിട്ട് കണക്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കോയിലിൻ്റെ 2 ലീഡും കൂടെ പുറത്തേക്ക് ഇട്ടിട്ട് സോൾഡർ ചെയ്യണേ. ജസ്റ്റ് പ്ലെയറും കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾഡറിങ് കറക്റ്റായിട്ട് അതിൻ്റെ ചെറിയ ലൂസ് വന്നു കഴിഞ്ഞാൽ പണിയാവും. അടുത്ത സ്റ്റാർട്ടിങ് ലീഡിൻ്റെ ഈ ലീഡും അതുപോലെ തന്നെ ചുറ്റി കൊടുക്കുക. വയറിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റുക. ഏറ്റവും പ്രധാനം ഈ നമ്മൾ നന്നായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. വെറുതെ പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ഇതിങ്ങനെ കോപ്പറിൽ ഓക്സിഡേഷനൊക്കെ സംഭവിച്ചിട്ട് അവിടെ സ്പാർക്കായിട്ട് കത്തിപ്പോറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലീഡുകളെല്ലാം നമ്മൾ സോൾഡർ ചെയ്യണം. അപ്പോൾ ഈ എല്ലാ ലീഡുകളും നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ സോൾഡർ ചെയ്ത പോർഷനിലെ അവിടെ സ്ലീവ് ഇട്ടിട്ട് ഇതിനെ ലോക്ക് ചെയ്യണം. സ്ലീവിൻ്റെ ചെറിയ സ്ലീവ് ഉണ്ടല്ലോ, 2ൻ്റെ സ്ലീവ് ഇട്ടിട്ട് ആ സോൾഡർ ചെയ്ത പോർഷനെ കൂടെ നമ്മൾ സ്ലീവ് ഇട്ട് ഇൻസുലേറ്റ് ചെയ്തെടുക്കണേ. ഇതിനകത്തൊരു ചെറിയ സ്ലീവ് മതിയാവും. അതുകൊണ്ട് ഈ വയറുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നിടത്തൊരു ചെറിയ സ്ലീവ് മതി. 1 നമ്പർ സ്ലീവ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ അതുപോലെ തന്നെ. ആദ്യമേ നമ്മൾ ഒരു ചെറിയ 4ൻ്റെ ഒരു സ്ലീവ് അതിൻ്റെ ഉള്ളിലിട്ടായിരുന്നു. അപ്പോൾ ഈ സോൾഡർ ചെയ്തിട്ട് വെച്ച ചെറിയ സ്ലീവ് ഇട്ടേക്കണ ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം. അപ്പോൾ അത് സേഫായിട്ട് തന്നെ തിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് ബെൻഡ് ചെയ്ത് വയ്ക്കാം. ഈ പീസ് അതുപോലെ തന്നെ റണ്ണിങ് കോയിലിൻ്റെ ഫിനിഷിംഗ് ലീഡ് നമ്മൾ ഷോർട്ട് ചെയ്യിച്ചേക്കണേ സംഭവം. അതുപോലെ തന്നെ സ്ലീവ് വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററാക്കി ലോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പം ലീഡ് വെയറുകൾ ഉള്ളിൽ വരുന്ന ജോയിൻറ്റുകളെല്ലാം നമ്മൾ സോൾഡർ ചെയ്ത് ഒതുക്കി വെച്ചു. ഇനി ലീഡ് വെയർ പുറത്തേക്ക് ഇടുക. അതിനായിട്ട് ജസ്റ്റ് ഔട്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതുണ്ട്, ഇത് ഇനി ജസ്റ്റ് ഒരു അളവ് എടുത്തിട്ട് കട്ട് ചെയ്യാം. ഒരു 4 നമ്പർ സ്ലീവ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടൊരു ചെറിയ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. വേണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക, ഒതുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ലീഡ് വയർ പുറത്തേക്ക് ഇടാനുള്ള ഒരു ഹോൾ ഉണ്ടാവില്ലേ, ഇങ്ങനെ പുറത്തേക്ക് ഇടുക. റണ്ണിങ് കോയിലിനും അതുപോലെ തന്നെ 3 നമ്പർ സ്ലീവ് ഇട്ട് ഏകദേശം ഒരു അളവൊക്കെ എടുത്ത് കട്ട് ചെയ്യുക.
അവിടെ നിർത്തിയിട്ട് അതിൽ വലിയ സ്ലീവ് എടുക്കുക, അതിലിങ്ങനെ ജസ്റ്റ് കയറ്റി ഇടുക. കണ്ടോ, ഇതുപോലെ ഒരു സെറ്റായി കിട്ടി. അത് നേരെ പുറത്തേക്ക് ഇടുക, ഒന്ന് ഒതുക്കി വയ്ക്കുക. ഇവിടെ ഈ വയറ് കറക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി, അപ്പോൾ ഇച്ചിരി നീളത്തിലെടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. ചെറിയ പീസ് എടുക്കുക, കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലീവൊക്കെ ഇട്ടിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ട് ഈ വയറിനെ പുറത്തേക്ക് ആക്കാനുള്ള സംഭവം പഠിച്ചു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, ഇതിന് ടോയിൻ ചെയ്യണം. അതായത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. സാധനം ടോയിൻ ചെയ്യണം. ഈ ലീഡ് വയറെല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ ഈ സാധനത്തിന് ടോയിൻ ചെയ്യണം.